ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ചിപ്പുവിൻ്റെ ഗ്രാജുവേഷനാണ്. അപ്പോൾ ഇന്നലെ നൈറ്റിൽ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ റെഡി ആയിട്ട് നിൽക്കണം, 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അവരങ്ങോട്ട് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് മദ്രസ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് ഇതാ വന്നിട്ടുണ്ട്, ചായ കുടിക്കുന്നുണ്ട്. അവൻ ഇറങ്ങി ഉടനെ വേണം പോകാൻ. പിന്നെ ലച്ച് റെഡി ആണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ നിന്ന് ഇറങ്ങിക്കണം. പിന്നെ ഞാൻ റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അതേപോലെ തന്നെ അവർ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. അങ്ങനെ താത്തയും ചിപ്പും കൂടിയിട്ട് വിളിക്കാണ്ടി വന്ന്. കൂടെ ഉണ്ടായിരുന്നത് ഷാനുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവനാണ് ഞങ്ങൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾ പഠിച്ചിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരുണ കോളേജിലാണ്, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. അത്യാവശ്യം ലോങ് ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ സാധാരണ എടപ്പാൾ വരെ ബൈക്കിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്കൂൾ ബസ്സിലാണ് വരാറ്. അങ്ങനെ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കോളേജ് കാണുന്നത്. 2-3 തവണയൊക്കെ വരാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ സമയത്തൊന്നും പറ്റിയിരുന്നില്ല. അങ്ങനെ കോളേജിലെത്തിയിട്ട് ഏകദേശം ചിപ്പുവിൻ്റെ ഒരുവിധം ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ തന്നെ ഇവിടെ എത്തിക്കുമ്പോഴേക്കും 1-2 ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ട് പിന്നെ അവൾ പെട്ടെന്ന് തന്നെ കോളേജിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ജൂനിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയ ഉടനെ അവിടെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചിപ്പ് അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഹോളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ഒരു ഹോളുണ്ട്, അവിടേക്ക് നമ്മൾക്ക് അവർ ജൂനിയേഴ്സൊക്കെ അവിടെ നമ്മളെ കൊണ്ടുപോയി അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ ആദ്യമായിട്ടാണല്ലോ കോളേജ് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും കോളേജിലേക്ക് വരാനൊന്നും കഴിയില്ലല്ലോ, കഴിഞ്ഞല്ലോ, അവളുടെ 4th ഇയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അങ്ങനെ ഞങ്ങളിതാ ഹോളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഈ ഫംഗ്ഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ ചിപ്പു സ്റ്റുഡൻസ് എല്ലാവരും കൂടിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹോളിലെത്തിയേക്കും ഭയങ്കര തിരക്കിട്ടാ. ഞങ്ങൾ ഒത്തിരി ലേറ്റായിട്ടല്ല വന്നത്. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റിൽ പോയിട്ട് ഇരിക്കണം കേട്ടോ. വീഡിയോസൊന്നും എടുക്കാനും പറ്റണില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് സ്ക്രീനിങ്ങിൽ കാണുന്നുണ്ട് കേട്ടോ, കാരണം അവിടെ വെൽക്കം ചെയ്യണം കാര്യങ്ങളൊക്കെ സ്ക്രീനിങ്ങിൽ കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് കാണുമായിരുന്നു. അപ്പോൾ ഇതാണ് എൻട്രി. അങ്ങനെ ഓൾ സ്റ്റുഡൻസ് എല്ലാവരും ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും അങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ട് അവർ ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഫംഗ്ഷൻ ഈ പരിപാടിയൊക്കെ തുടങ്ങണ ഒരു ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ തൊട്ട് മുന്നേ പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഗ്രാജുവേഷൻ സെറിമണി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പിന്നെ കുറേ ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തന്നെ എല്ലാ സ്റ്റുഡൻസിനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവരുടെ ഓരോ ഫേസിലും എനിക്കത് ഫീൽ ചെയ്തായിരുന്നു. കാരണം ഒരു 4 years ആയിട്ട് കഷ്ടപ്പെട്ട് ലാസ്റ്റ് ഒരു മൊമെൻ്റ് അല്ലേ, അത്ര നല്ല ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഫംഗ്ഷനാണ് നടക്കുന്നത്. Corporation
throughout the program and making it a grand success. Welcome you all to part of Karna family. Lastly and importantly, I would like to welcome all the non-speaking faculty members of Karna family. You saying before conclude my welcome address, encourage for the future as you empower our Chief Guest, Dr. Rajastri Madam to opening the graduation ceremony. Madam, please. I declare the graduation ceremony of 2019 batch B.Pharm students of Karina College of Pharmacy open. Pharmacists who are beneficial to our society. Karina College of Pharmacy under the stewardship of National Medical Education Charitable Trust. അങ്ങനെ തന്നെ ലാസ്റ്റ് ആ ഒരു മൊമെൻറ്റ് വന്നെത്തി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ സ്റ്റുഡൻസ് വെയിറ്റാക്കി നിന്നിരുന്ന ഒരു മൊമെൻ്റാണ് കേട്ടോ. ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ആ ഒരു ഫങ്ഷനിലേക്ക് ഒരു സമയമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അതൊന്ന് കണ്ടു നോക്കാം. And Shajida hailing from Malappuram, the calm, composed girl. Shafna TV. Shafna TV, daughter of Nurul Amin Hasina, hailing from Anakara, Palakkad. The silent Palakkad. She is a calm girl. Sapura Raihana. Sapura Raihana, daughter of Abdul Rashid and Rubina, wife of Hafiz Hyderali. Hailing from Kudalur, Palakkad, she is a multitasker, considerate and self-centered girl. Shabna Sharif, daughter of Sharif and Serena, wife of Muhammad Hashim, hailing from Patitara, Palakkad. She is a charmful, dimple. Nino Shabna, daughter of Sakir Kevi and Razia Bibi, wife of Mansoor, hailing from Nannamuk, Malappuram. She is cheerful, vibrant and a beautiful singer. Nishida, daughter of Abdul Rashid and Nafisa, wife of Shihabuddin, hailing from Tritala.
of life. Hope you all will continue to achieve great heights in future with flying colors. Now it's a time to have the oath. Now I invite Mr. നിങ്ങൾ ഏറ്റുചൊല്ലണം. സദസ്സിലേക്ക് എല്ലാവരും ഈ സമയത്ത് എഴുന്നേറ്റ് അവരോട് ആദരവും പ്രതിജ്ഞയോടെ ആദരവും അർപ്പിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു. The Code of Ethics of Pharmacy Council of India in relation to the community and shall act as an integral part of healthcare team. I shall uphold the laws and standards governing my profession. I shall strive to perfect and enlarge my knowledge to contribute to the advancement of pharmacy and public health. I shall follow the system which I consider best for pharmaceutical care. അങ്ങനത്തെ ഗ്രാജുവേറ്റഡ് ആയ എല്ലാ കുട്ടികൾക്കും മൊമെൻറ്റും കാര്യങ്ങളൊക്കെ കൈമാറി അവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതേപോലെ തന്നെ 7 പേർക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അവർക്കുള്ള ട്രോഫി കൊടുക്കലായിരുന്നു, സർട്ടിഫിക്കറ്റൊക്കെ. പിന്നെ 3 പേർക്ക് റാങ്ക് ഹോൾഡർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാ സെമ്മിലും ഫുൾ നല്ല മാർക്കോട് കൂടിയിട്ട് ജയിച്ചൊരു കുട്ടിയുണ്ട്, ഹരിത എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടിക്കും അതിൻ്റെ മനസ്സിന് കൊടുക്കലായിരുന്നു. ഭയങ്കര ഹാപ്പിനെസ് ആണ് കേട്ടോ. എനിക്ക് തന്നെ ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പോൾ അവരുടെ പാരൻസിനെ കൊണ്ടുപോകും. വിത്ത് പാരൻസിനെ കൂടിയിട്ടാണ് നമ്മൾ സ്റ്റേജിൽ പോയിട്ട് ട്രോഫിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നു. ഞാൻ ഇമ്മറിറ്റോറിയസ് അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. The third highest score secured by Karthikeya KU. അവരുടെ മാതാപിതാക്കൾ കടന്നു വരണം. അവരുടെ മാതാപിതാക്കൾ കൂടെ കടന്നു വരണം. ആ സന്തോഷത്തിൽ നമ്മളെല്ലാവരും കൈയടിച്ച് എല്ലാവരും കൈയടിക്കുക. ആ മകളെ ആ അമ്മ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു. The second highest mark secured by Hanna Ashraf. Please come. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കടന്നു വരണം. ദൈവം അന്യനല്ല എന്ന് തെളിയിക്കുന്ന ഒരു വലിയ മുഹൂർത്തത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. The first highest mark secured by Shashadi Yasmin. Please come forward along with the parents.
ഇനി ഒരു സ്പെഷ്യൽ അവാർഡാണ്. എല്ലാ സെമസ്റ്ററിലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഒരു കുട്ടി ഈ അഭിമാന മുഹൂർത്തത്തിനായിട്ട് ആ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ഞങ്ങൾ ഏറ്റവും ആദരവോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഞങ്ങളുടെ പ്രിയ വിദ്യാർത്ഥിയെ സ്വാഗതം ചെയ്യുന്നു. ഹരിത രാമദാസ്, അദ്ദേഹത്തിന്റെ പേരൻസും കടന്നു വരണം. ജീവിതത്തിലെ സന്തോഷത്തിന്റെ അപൂർവ നിമിഷങ്ങളിൽ ഒന്നാണിത്. അങ്ങനെ ഈ ഓരോ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക ഡയറക്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വിത്ത് പാരൻസും കൂടിയിട്ടാകുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇതാ ഓവറോൾ എല്ലാവരുടെ അടുത്തും ഓൾ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് എൻ്റെ ഒരു കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. പിന്നെ ഇതാ ഏകദേശം പ്രോഗ്രാം ഒരു 12:30 ആകുമ്പോഴേക്കും കഴിഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് ആ ഫുഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി, അതേപോലെ തന്നെ ചിക്കൻ ചില്ലി, ബീഫ് അതെല്ലാം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഐസ്ക്രീം, പോപ്കോണൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാവരും കൂടിയിട്ടൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കലാണ് കേട്ടോ. എന്താ